ഒസ്സയിലെ തകർന്നടിഞ്ഞ കെട്ടിടങ്ങൾക്കിടയിലൂടെ അമാലും തെമീമും ധൃതിയിൽ മുന്നോട്ട് നടക്കുകയാണ്. അമാലിന്റെ എണ്ണമയമില്ലാത്ത തലമുടി അവളുടെ നന്നെ മെലിഞ്ഞൊട്ടിയ ചുമലിനു ചുറ്റും കാറ്റിനൊത്ത് നൃത്തം ചെയ്യുന്നുണ്ട്. അനിയൻ തെമീമിന്റെ കൈകൾ മുറുകെ പിടിച്ച് അവൾ ആളൊയിഞ്ഞ തെരുവിലൂടെ ഓടി. വേഗം നടക്കൂ തെമീം, പട്ടാളക്കാർ കാണും മുന്നേ എവിടെ എത്തണം. തന്നെയും വിളിച്ചു കൊണ്ടോടുന്ന ദീദിക്കൊപ്പം എത്താൻ അവന്റെ വിശപ്പിനാൽ തളർന്ന കുഞ്ഞുകാലുകൾക്ക് കഴിയുന്നുണ്ടായിരുന്നില്ല. ദീദി, അവൻ ദൈന്യതയോടെ അമാലിനെ വിളിച്ചു. അവൾ ഓട്ടം നിർത്തി ശക്തിയായി കിതച്ച് മണലിലിരുന്നു. തന്റെ മടിയിലേക്ക് തലവെച്ച് കിടക്കുന്ന അനിയന്റെ തലയിൽ 8 വയസ്സുകാരി അരുമയോടെ തലോടി. ഇന്ന് തെമീമിന്റെ 5ാം പിറന്നാളാണ്. അവന് പിറന്നാളിന് സമ്മാനമായി നാസ്ത വാങ്ങിക്കൊടുക്കാമെന്ന് അബ്ബ പറഞ്ഞിരുന്നു. പക്ഷേ വെള്ളിയാഴ്ച പള്ളിയിലേക്ക് പോയിട്ട് അബ്ബ തിരികെ വന്നിട്ടില്ല. അബ്ബയെ തിരഞ്ഞു പോയ ഉമ്മിയും വന്നില്ല. വൈകുവോളം ടെന്റിന്റെ മുന്നിൽ വൈക്കണ്ണുമായി 2 കുട്ടികളും കാത്തിരുന്നു. രാത്രി അവരുടെ അബ്ബ മുആദിന്റെ പെങ്ങൾ കൂട്ടിനു വന്നു. അമ്മായി കരയുന്നത് എന്തിനാണെന്ന് അവർക്ക് മനസ്സിലായില്ല. എങ്കിലും കഴിക്കാൻ ഓരോ റൊട്ടി കിട്ടിയ സന്തോഷത്തിൽ അവർ അബ്ബയും ഉമ്മിയും ഉടനെ വരുമെന്ന അമ്മായിയുടെ വാക്ക് വിശ്വസിച്ച് കിടന്നുറങ്ങി. പിറ്റേന്നും അതിന്റെ പിറ്റേന്നും കുട്ടികൾ കാത്തിരുന്നു. ഏതോ സന്നദ്ധ പ്രവർത്തകൻ കൊടുത്ത ഇത്തിരി ഭക്ഷണം തെമീം പാതി കഴിച്ചു. ബാക്കി എടുത്തു വെക്കുന്നത് കണ്ട് ഹാലദൈന്യതയോടെ തന്റെ നെഞ്ചുഴിഞ്ഞു. അബ്ബ പള്ളിയിലാണ് തെമീം, അവർക്കവിടെ ഇഷ്ടം പോലെ ഭക്ഷണമുണ്ട്, നീ അത് കഴിച്ചോളൂ. ഹാല നിറഞ്ഞ കണ്ണുകളാൽ തെമീമിന്റെ കുഞ്ഞു കൈകളിൽ പതിയെ മുത്തിയവനെ തന്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. അവർക്കന്നേരം ചോരയിൽ കുളിച്ച തന്റെ ഭർത്താവിന്റെയും 3 മക്കളുടെയും ഓർമ്മകൾ തെളിഞ്ഞു വന്നു. ഈ കുഞ്ഞുങ്ങളെ നോക്കാനാകണം വിധി തന്നെ മാത്രം ബാക്കി വെച്ചത്, അല്ലാതെ തലനാരിയൊക്കെ താൻ മാത്രം രക്ഷപ്പെട്ടതെങ്ങനെ? എന്നാലും ഞങ്ങളെ കൂട്ടാതെ ഉമ്മ എവിടെ പോയി? അമാലിന്റെ ചോദ്യം ഹാല കേട്ടില്ലെന്ന് നടിച്ചു. സഹിക്കാവുന്നതിലപ്പുറം സഹിച്ചു തകർന്നു പോയ അവരുടെ ഹൃദയത്തിന് ഇനിയൊരു കള്ളം കൂടി പറയാനുള്ള ശക്തിയില്ലായിരുന്നു. അല്ലേലും ഈ കുഞ്ഞുങ്ങളോട് എന്തു പറയണം? പട്ടാളക്കാർ നിങ്ങളുടെ സുന്ദരിയായ ഉമ്മിയെ പിടിച്ചു കൊണ്ടുപോയെന്നോ? എന്തിന്? തമീം തന്റെ മടിയിൽ കിടന്നുറങ്ങാനുള്ള ശ്രമമാണെന്ന് കണ്ടതും അമാലവനെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. വാ, ഇന്ന് വെള്ളിയാഴ്ചയല്ലേ, നേരം വൈകിയാൽ നമ്മൾ എവിടെ എത്തുമ്പോൾ അബ്ബ ജുമയിലായിരിക്കും. പിന്നെ കുറെ നേരം കാത്തു നിൽക്കേണ്ടി വരും. അബ്ബയുടെ പേര് കേട്ടതും തെമീമിന്റെ വരണ്ട മുഖത്ത് നേരിയ പ്രകാശം പരന്നു. ദിവസങ്ങൾ കാത്തിരുന്നിട്ടും അബ്ബ വരാതായതോടെയാണ് അബ്ബയെ തിരക്കി പള്ളിയിലേക്ക് പോകാമെന്ന ചിന്ത അമാലിനുണ്ടായത്. അമ്മായി അറിയാതെ അനിയനെയും കൂട്ടി രാവിലെ അവൾ ഇറങ്ങിയതും അതിനാണ്. ഇനി കുറച്ചുകൂടി നടന്നാൽ അബ്ബ പോകുന്ന പള്ളിയിലെത്താറായി. ഇടരുന്ന കാലുകളാൽ അവർ തകർന്ന കെട്ടിടങ്ങൾക്കിടയിലൂടെ വേച്ചു നടന്നു. ഇടയ്ക്കിടെ കടന്നു പോകുന്ന പട്ടാളക്കാരുടെ ടാങ്കുകൾ കാണുമ്പോൾ അവർ ഏതേലും സിമന്റ് കൂനകൾക്കിടയിൽ മറഞ്ഞു നിൽക്കും. വീണ്ടും മുന്നോട്ട്. പള്ളിയുടെ സ്ഥാനത്ത് തകർന്ന കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങൾ കണ്ട് അമാൽ പരിഭ്രാന്തിയോടെ ചുറ്റും നോക്കി. അപ്പോ അബ്ബ? അവൾക്ക് കണ്ണിലിരുട്ട് കയറുന്നത് പോലെ തോന്നി. തനിക്ക് ചുറ്റുമുള്ളതെല്ലാം കറങ്ങുന്നത് പോലെ തോന്നിയപ്പോൾ തെമീമിന്റെ കൈകളിൽ അവൾ മുറുകെ പിടിച്ചു. ദീദി, പട്ടാളം, അവർ നമുക്ക് നേരെ തോക്ക് ചൂണ്ടുന്നു, എനിക്ക് പേടിയാവുന്നു ദീദി. അകലെ നിന്നെന്ന പോലെ തെമീമിന്റെ കരച്ചിൽ അവളുടെ കാതിൽ മുഴങ്ങി.